എന്നോടൊപ്പം ശ്രീമതി ഉമാ തോമസ് ഉണ്ട്. ഇന്ന് വലിയ തോതിൽ ഈ കാര്യത്തിൽ ഒരു പ്രതികരണം ശ്രീമതി ഉമാ തോമസ് നടത്തുകയും ചെയ്തു. ശ്രീമതി ഉമാ തോമസ്, നീതിരാഹിത്യം എന്ന് പറയുന്നത് എത്ര വലിയ കടമ്പയാണ്. മുന്നോട്ട് പോകാൻ, നേരത്തെ പറഞ്ഞതുപോലെ മുന്നോട്ട് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ച് പോകുന്നവർക്ക് നെറുകന്തലയിൽ കൂടം കൊണ്ട് അടി കിട്ടുന്നത് പോലെയാണ് അത് സംരക്ഷിക്കേണ്ടവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം അനീതി ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇത് 17 ഫെബ്രുവരി 2017 നടന്ന സംഭവമാണ്. അതിജീവിത തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ പ്രൈവസി എന്നത് പൗരന്റെ മൗലിക അവകാശമാണെന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് ഒരു ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ ഇതിനെക്കുറിച്ച് എഴുതിയത്. തീർച്ചയായിട്ടും കോടതിയിൽ മജിസ്ട്രേറ്റിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് 3 പ്രാവശ്യം അതിന്റെ ഹാഷ് വാല്യൂ മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ഒരു നിഗൂഢത അതിൽ കാണുന്നുണ്ട്. നമ്മൾ ജുഡീഷ്യറിയിൽ സത്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തരം രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ കാണുമ്പോൾ നമ്മൾക്കിത് ചോദ്യം ചെയ്യാതിരിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ട് അന്ന് PC തോമസ് ഈ വിവരം പുറത്തു പറഞ്ഞപ്പോൾ തന്നെ അന്ന് പറയുകയുണ്ടായി, ഒരുപക്ഷെ PT ഇതിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും ഇത് പുറത്തു വരില്ല, ഇങ്ങനെ ഒരു വിവരം തന്നെ പുറത്തു വരില്ലായിരുന്നു എന്ന് പലരും പറയുകയുണ്ടായി. അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ ജുഡീഷ്യറിയിൽ പോലും നമ്മൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പലരും അത് അസമയത്ത് പോലും അത് ഉപയോഗിച്ച് അത് തുറന്നു നോക്കിയിരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞത്. ഇങ്ങനെ ഒരു ജുഡീഷ്യറി റിപ്പോർട്ട് വന്നപ്പോൾ അതില് സത്യസന്ധമായിട്ടുള്ള എന്തുണ്ടോ എന്ന് മാത്രമല്ല, ഇത് പരിശോധിച്ച ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി ഇത് പുനരാരംഭിച്ചാൽ മാത്രമേ എന്തെങ്കിലും നീതി ഈ അതിജീവിതയ്ക്ക് കിട്ടുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീമതി ഉമാ തോമസ് പ്രതികരിച്ചതിന്.